Hey, hello everyone, welcome back to my channel. So, എൻ്റെ എല്ലാ ബോട്ടിൽ ലവേഴ്സിനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് കണ്ടാലോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. നീ എന്നാ ചെയ്യുന്നത്? എന്തിനാ പെയിന്റ് അടിക്കുന്നത്? കുപ്പിമല. നീ എന്താ പറയാ കുപ്പിമ പെയിന്റ് അടിക്കുന്നതിന്? അമ്മ എന്നാ ചെയ്യുന്നത്? അപ്പൊ യാപ്പ എന്നാ ചെയ്യുന്നത്? നോക്കിട്ട് കുത്ത്, ഇല്ലെങ്കിൽ നിലത്തെല്ലാം കുത്തുന്നു. മതി മതി മതി. അങ്ങനെ അതിസാഹസികമായിട്ട് എൻ്റെ മകളാണ് എനിക്ക് ജെസ്സു അടിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് ഒന്നും എന്താ പറയുക നെഗറ്റീവ് പറയാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവളാണ് കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ലെയർ മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് ടച്ചപ്പ് ചെയ്തു കേട്ടോ. അവൾക്ക് ഇത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും അടിക്കാൻ പറ്റില്ല, അവൾ ചെറിയ ഭാവിയല്ലേ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫൈനലായിട്ടൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ജെസ്സൊക്കെ മിക്സ് ചെയ്തിട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ പെയിൻറ്റ് ഇതേപോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് മറിക്കുമായിരുന്നു. അപ്പോൾ അതിന് ശേഷം ആ ജെസ്സ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാനിപ്പോൾ വൈറ്റ് അക്രിലിക്കാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കാം. പക്ഷേ എൻ്റെ ഈ ബോട്ടിൽ ആർട്ടിന് ഇപ്പോൾ വൈറ്റാണ് ആവശ്യം. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് വൈറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ച് രണ്ടാമത് വീണ്ടും ഞാൻ വൈറ്റ് അക്രിലിക് തന്നെ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഒരു ലെയർ ജെസ്സും 2 ലെയർ അക്രിലിക് പെയിൻറ്റുമാണ് വൈറ്റ് അക്രിലിക്കുമാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെയറും കൂടി അടിച്ച് വേണമെങ്കിൽ ഒന്നും കൂടെ ഫിനിഷ് ചെയ്തെടുക്കാം. പക്ഷേ എനിക്കിത് കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നിയുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങാണ് വേണ്ടത്, അതായത് പൊട്ടാറ്റോ. അപ്പം അത് നമുക്ക് അതിനെ എടുത്തിട്ടൊന്ന് പകുതിയാക്കി കൊടുക്കാം. അപ്പം നേർപകുതി തന്നെ ആക്കണം, എന്നാൽ മാത്രമേ നമ്മുടെ ചെറിയ പൊട്ടാറ്റോ ആണ് എടുത്തത്. ബിക്കോസ് ബോട്ടിലല്ലേ, അപ്പം അത് ചെറിയ സാധനമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ചെറിയ പൊട്ടാറ്റോസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വലിയ എന്തെങ്കിലും ബെഡ്ഷീറ്റിലോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് ഈ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിയ പൊട്ടാറ്റോസ് എടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. അതായത് ഒരു ഹാഫല്ല, ഹാഫിൻ്റെ പിന്നെ ഒരു ഹാഫ് ആക്കിയിട്ടുണ്ട് നമ്മൾ. അതിനുശേഷം ഞാനിപ്പോൾ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നമ്മളുടെ ഡിസൈനിന് റെഡാണ് ആവശ്യം, അതുകൊണ്ടാണ് ഞാൻ റെഡ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാലറ്റിലോ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലറ്റിൽ ഒഴിച്ചാൽ ഗ്യാപ്പ് കുറവാണ്, നമുക്കിത് ഡിപ്പ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേപോലത്തെ ഒരു എന്താ പറയുക ഒരു ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്തോ ഒരു പ്രിങ്കിൾസിൻ്റെ എന്തോ ബോട്ടിലിൻ്റെ ഒരു സംഭവമാണ്. അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ ഈ റെഡ് കളർ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൊട്ടാറ്റോയുടെ പീസ് എടുത്തിട്ട് നമുക്ക് ഈ റെഡ് കളറിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ അടിച്ചിട്ട് ഉണക്കി മാറ്റി വെച്ചിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ട് നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാം. പ്രിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ബോട്ടിലിൻ്റെ ഷേപ്പാണ് ഒരു മാറ്റേഴ്സ്. എന്താ വെച്ചാൽ എൻ്റെ ബോട്ടിലിൻ്റെ ഷേപ്പ് കുറച്ച് കേർവി ആയതുകൊണ്ട് അത് ശരിക്കും അമർത്തിയിട്ട് എല്ലാ സൈഡും ആയിട്ടില്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അമർത്തുമ്പോൾ എല്ലാ സൈഡും ഈ കളർ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് ടച്ച് ചെയ്യേണ്ട ഒരു ആവശ്യമല്ലോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണെങ്കിൽ പെട്ടെന്ന് കഴിയും, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വെച്ചൊന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ബെഡ്ഷീറ്റിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ഇതേപോലത്തെ പ്രിന്റ് വേറെ എവിടെയെങ്കിലും ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പ്രശ്നമില്ല, ഡയറക്റ്റായിട്ട് ചെയ്യാം. ഇതേപോലത്തെ ഷേപ്പുള്ള ബോട്ടിൽ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ പൊട്ടാറ്റോയുടെ പ്രിന്റ്സ് ഒക്കെ ചെയ്യുമ്പം കുറച്ചും കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള സംഭവത്തിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇത് കുഴപ്പമൊന്നുമില്ല, ബട്ട് എളുപ്പം അതായിരിക്കും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഷേപ്പിൻ്റെ ഒരു കാര്യം. അപ്പോൾ ആ ഷേപ്പ് ബോട്ടിലിൻ്റെ ഷേപ്പ് ഒരു പ്രത്യേക ടൈപ്പ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് എനിക്ക് അങ്ങോട്ട് പ്രസ് ചെയ്ത് ഈ പൊട്ടാറ്റോയുടെ കറക്റ്റായ ഒരു ഷേപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് സെയിം ഈ റെഡ് കളർ വേസ്റ്റ് വന്നത് മാത്രം എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. പക്ഷെ കുറച്ചും കൂടെ ഒരു നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നല്ലത് ഇങ്ങനെയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിൽസ് ആണെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരുന്നതേ ഇല്ല. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഞാൻ ആ ഒരു ഷേപ്പിന് കംപ്ലീറ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം ബ്രഷ് വെച്ചിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യാതെ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് ഔട്ട്ലൈൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഒട്ടും വെള്ളം ആഡ് ചെയ്യരുത്. പിന്നെ നമ്മൾ ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് ഡ്രൈ ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഇത് ചെയ്യുക, ഇല്ലെങ്കിൽ അവിടെ കുറച്ച് പൊന്തി നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഫുള്ളായിട്ട് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അത്രയേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രീൻ കളർ എടുക്കാം. ഏതർ ലീഫ് ഗ്രീൻ അല്ലെങ്കിൽ സാപ്പ് ഗ്രീൻ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ലീഫ് ഗ്രീൻ തന്നെയാണ് എടുക്കുന്നത്. സാപ്പ് എടുത്താലും കുഴപ്പമൊന്നുമില്ല, ഏതാണ്ട് മാച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങളെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ലീഫ് ഗ്രീൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു എന്താ പറയുക യു ഷേപ്പിൻ്റെ അടിയിൽ ആ ഒരു ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഗ്യാപ്പ് വിടാൻ എപ്പോഴും ഓർമ്മിക്കണം. ആ ഒരു വൈറ്റ് ലെയർ അങ്ങനെ തന്നെ വിട്ടു കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഈ ഒരു ഗ്രീന് വരാൻ പാടുള്ളൂ. അടുത്ത് തന്നെ വരച്ചു പോകരുത്. അഥവാ വരച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്യേണ്ടി വരും കംപ്ലീറ്റ് ഡ്രൈ ആയതിനു ശേഷം. സോ നമുക്ക് ഇതേപോലെ എല്ലാ ഈ റെഡ് കളർ ഈ ഒരു ഷേപ്പിൻ്റെ അടിയിലും കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വരച്ചു കൊടുക്കാം. ഒട്ടും തന്നെ ഡിഫിക്കൽട്ട് ഇല്ലാത്തൊരു ഭാഗമാണ് ഈ ഗ്രീൻ വരയ്ക്കൽ. എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഓൾറെഡി ആ യു ഉണ്ട്, അതിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊന്ന് വരച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സോ ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ടൊന്ന് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് എന്താ സാധനം എന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം വളരെ സിമ്പിളാണ് ഇത്രയും ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയുള്ളതും ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പൊ തന്നെ കാണാൻ ഒരു എന്തൊരു ഭംഗിയുണ്ട്, ഒരു ക്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്, ഒരു യമ്മി ആയിട്ട് തോന്നുന്നുണ്ട്. യമ്മി അല്ലെങ്കിലും നമുക്ക് കഴിക്കാനുള്ള ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം അതിനുശേഷം നമുക്കൊരു ബ്ലാക്ക് എടുത്തിട്ട് കുറച്ച് സീഡ്സ് പോലെ വരച്ചു കൊടുക്കാം. അപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇതെന്താണ് സാധനം എന്നുള്ളത്. ഇത് കഴിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമുക്ക് അതൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാണ്. ജസ്റ്റ് അവിടെ ഒന്ന് ഒരു വണ്ണെന്ന് എഴുതുന്ന മാതിരി, ഒരു റൗണ്ട് അല്ല, ജസ്റ്റ് അതേപോലെ ഒരു വണ്ണ് പോലെ ഇങ്ങനെ ഒന്ന് അവിടെ ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സീഡ്സ് ആണല്ലോ, ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, വാട്ടർമെലൺ ആണ്. അപ്പം അതിൻ്റെ സീഡ്സ് ആണ് നമ്മളിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഈ കംപ്ലീറ്റ് ബോട്ടിലും അതേപോലത്തെ സീഡ്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഡോട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു 00 ബ്രഷ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെയുള്ള വൈറ്റിൽ ഈ ഒരു ബ്ലാക്ക് ഒരു ഡോട്ട് പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം വളരെ സിമ്പിളാണ്. നമ്മൾ നേരത്തെ ചെയ്ത സീഡിൻ്റെ അതേ ഷേപ്പിൽ ഒരു സീഡ്സ് ഒക്കെ ഇങ്ങനെ അവിടെ കിടക്കുന്ന മാതിരി ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ബോട്ടിൽ ആർട്ടാണ്. ഞാൻ ഇതുവരെ യൂട്യൂബിൽ ആരും ഇതേപോലെ ചെയ്തിട്ട് കണ്ടിട്ടില്ല. വാട്ടർമെലൺസ് പല രീതിയിലും ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ഒരു പ്രിന്റിൽ ഇതുവരെ ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടുള്ള വീഡിയോസ് ഫോട്ടോസും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ആളുടെ പേര് സൻഹ എന്നാണ്. അപ്പോൾ സൻഹ കുട്ടിക്ക് ഒരു വലിയൊരു ഹായ് ഉണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്, പിന്നെ കമൻറ്റ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.